ഹലോ വെൽക്കം ടു ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലാൻഡ് റോവറിൻ്റെ വണ്ടീനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് കേട്ടോ. വണ്ടീൻ്റെ അകത്തെ സെറ്റിങ്സൊക്കെ. ലാൻഡ് റോവറിൻ്റെ ഡിസ്കവറി എന്ന് പറയുന്ന മോഡലാണ്, SUV ആണ്. നല്ല അടിപൊളി വണ്ടിയാണ് കേട്ടോ, എനിക്കിഷ്ടമായി. അപ്പോൾ ഇതുപോലുള്ള വണ്ടികൾ ഓടിക്കാൻ ആഗ്രഹിക്കുന്ന, എന്നാൽ ഇതിനെപ്പറ്റി കാര്യമായിട്ട് അറിയാത്ത വ്യക്തിയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഒരുപാട് വണ്ടികൾ അതിൻ്റെ ഉള്ളിലെ സെറ്റിങ്സിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഇനി വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിതാണ് വണ്ടീൻ്റെ കീ വരുന്നത്. ലോക്ക്, അൺലോക്ക്, ഹെഡ് ലൈറ്റ്, ബൂട്ട് ഓപ്പണിംഗ്, ഹസാർഡ് ലൈറ്റ്, ഈ 5 ഓപ്ഷനാണ് കീയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കീ കയ്യിലുണ്ടെങ്കിൽ കീയിൽ അൺലോക്ക് ചെയ്യണമെന്നില്ല. കീ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഡോർ തുറന്നു കഴിഞ്ഞാൽ ഡോർ ഓപ്പൺ ആയിക്കോളും. പിന്നെ നമുക്ക് വണ്ടീൻ്റെ അകത്തേക്ക് കയറുന്നതിന് മുന്നേ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. സീറ്റൊക്കെ ഫുള്ളി ഇലക്ട്രോണിക്കാണ്. വണ്ടി തന്നെ ഫുള്ളി ഇലക്ട്രോണിക് കൺട്രോളാണ്. സീറ്റിൻ്റെ താഴെ തന്നെ അതിനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിനനുസരിച്ച് സീറ്റ് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും മൂവ് ആകും. ഒരുവിധ ലക്ഷറി കാറിലൊക്കെ ഇങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ സീറ്റിൻ്റെ അടിയിലായിരിക്കും, ചിലപ്പോൾ ഡോറിലായിരിക്കും ഈ ബട്ടൺസ് വരുന്നത്. അതുപോലെ ബാക്ക് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടണാണ് ഈ കാണുന്നത്. ഇത് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ബാക്ക് റെസ്റ്റും അഡ്ജസ്റ്റ് ആയിക്കോളും. അപ്പോൾ നമുക്ക് വണ്ടീൻ്റെ അകത്തേക്ക് കയറി ഇരുന്നിട്ട് അകത്തെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ ഉണ്ട്. ഇത് ബാക്കിലോട്ട് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പ് ഹോൾഡറിൽ നമുക്ക് തിങ്സൊക്കെ അവിടെ സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ വണ്ടി ഓൾമോസ്റ്റ് ഫുള്ളി ഇലക്ട്രോണിക് കൺട്രോളിലാണ് വരുന്നത്. ഒക്കെ ബട്ടൺസ് തന്നെയാണ്, എല്ലാ കൺട്രോളും അങ്ങനെയാണ് വരുന്നത്. ഇതാണ് 4 സൈഡ് വിൻഡോ കൺട്രോൾ. അത് ഡോറിലാണ് കൊടുത്തിട്ടുള്ളത്, ഡോറിൻ്റെ മേലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം പവർ ഓൺ ചെയ്യണം. പവർ ബട്ടൺ വരുന്നത്, അല്ലെങ്കിൽ എഞ്ചിൻ സ്റ്റാർട്ട് ബട്ടൺ വരുന്നത് സ്റ്റിയറിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ്. സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിൽ, ബാക്ക് സൈഡിലായിട്ട്. അപ്പോൾ നമുക്കത് പ്രസ് ചെയ്യാം. ബ്രേക്ക് അപ്ലൈ ചെയ്യാതെ പവർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പവർ ഓൺ ആവും. ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടാണ് പവർ ബട്ടൺ പ്രസ് ചെയ്യുന്നതെങ്കിൽ എഞ്ചിൻ തന്നെ സ്റ്റാർട്ടാവും. അപ്പോൾ അതാ നമുക്കിവിടെ മിറർ, അതുപോലെ തന്നെ വിൻഡോയും ഒക്കെ ഇവിടെ കൺട്രോൾ ചെയ്യാവുന്നതാണ് കേട്ടോ. റിയർ വ്യൂ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് 3 ബട്ടണാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ 2 മിറർ സെലക്ടറാണ്, ലെഫ്റ്റിൽ അല്ലെങ്കിൽ റൈറ്റിൽ. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൈഡിൽ ഒരു ചെറിയ ലൈറ്റ് ഉണ്ട്, ആ ബട്ടൻ്റെ മേലെ ആ ലൈറ്റ് കത്തും. പിന്നെ 2 ഒന്നിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മിറർ അകത്തേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് ഇതുപോലെ ഫോൾഡ് ആവും. പിന്നെ സെൻറ്ററിൽ കാണുന്ന പൊങ്ങി നിൽക്കുന്ന ഒരു ബട്ടൺ ഉണ്ടല്ലോ, അതിലാണ് നമ്മൾ മിററിൻ്റെ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അത് അറിയാമല്ലോ, ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ പറയാനുള്ളതാണെങ്കിൽ സ്റ്റിയറിംഗ് ഇപ്പോൾ ലോക്കാണ്. അതുകൊണ്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്താലേ സ്റ്റിയറിംഗ് കുറച്ച് ഫ്രീ ആവുള്ളൂ. ഓട്ടോമാറ്റിക് വണ്ടിയാണ്, അതുകൊണ്ട് ക്ലച്ച് ഇല്ല. അതുപോലെ ഗിയറും ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഗിയറിൻ്റെ വർക്കിംഗ് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ AC-ൻ്റെ കൺട്രോളാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാര്യമായിട്ട് ഒന്നും കൊടുത്തിട്ടില്ല. അതുപോലെ മേലോട്ട് നോക്കണമെങ്കിൽ അവിടെ ഉള്ളിലേക്കുള്ള ലൈറ്റും കാര്യങ്ങളും, അതുപോലെ തന്നെ റൂഫ് ഓപ്പൺ ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് മേലെ. ഓക്കെ, റൂഫ് മേലെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഈ വീഡിയോ എടുത്ത സമയത്ത് ഞാൻ ആ റൂഫ് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ മറന്നുപോയിരുന്നു, ക്ഷമിക്കുക. അപ്പം റൂഫിൻ്റെ സെറ്റിങ്സൊക്കെ മേലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്കിതാ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ സീറ്റിൻ്റെ മുമ്പിലായിട്ടാണ് അത് വരുന്നത്. അതുപോലെ വണ്ടിയുടെ അകത്തുനിന്ന് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടണാണ് ഈ കാണുന്നത്. അതിൻ്റെ തൊട്ടടുത്തൊരു ബട്ടൺ ഉണ്ട്, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊരു ഉപകാരമാവും. അതുപോലെ ഈ കാണുന്നത് ക്രൂയിസ് കൺട്രോൾ സിസ്റ്റമാണ്. പഴയ വണ്ടി ആയതുകൊണ്ട് അതിൻ്റെ ഇതൊക്കെ ഒന്ന് മാഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ആ പ്ലസ് ബട്ടൺ കാണുന്നത് പാഡൽ ഷിഫ്റ്റിൻ്റെ ലിവറാണ്. ഇപ്പുറത്ത് മൈനസ് ബട്ടണുണ്ട്, അത് പാഡൽ ഷിഫ്റ്റാണ്. നമുക്ക് സ്പോർട്ട് മോഡിലൊക്കെ പോകുന്ന സമയത്ത് ഗിയർ അപ്പ് ഷിഫ്റ്റ് ചെയ്യാനും ഡൗൺ ഷിഫ്റ്റ് ചെയ്യാനുള്ളതാണ്. അത് നോർമലി ഓടിക്കുമ്പോൾ അറിഞ്ഞിരിക്കണമെന്നില്ല, അത്യാവശ്യം നന്നായിട്ട് ഓടിക്കാൻ പഠിച്ചതിന് ശേഷം മാത്രം നോക്കിയാൽ മതി. പിന്നെ ഈ വണ്ടിക്ക് ഇൻഡിക്കേറ്റർ വരുന്നത്, ഇൻഡിക്കേറ്ററിൻ്റെ സെറ്റിങ്സ് എല്ലാം ലെഫ്റ്റ് സൈഡിലെ ലിവറിലാണ്. വൈപ്പറിൻ്റെ സെറ്റിങ്സാണ് റൈറ്റ് സൈഡിൽ വരുന്നത്. സാധാരണ വണ്ടികളിൽ വരുന്നതിനൊക്കെ നേരെ തിരിച്ചാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. വൈപ്പറിൻ്റെ സെറ്റിങ്സൊക്കെ റൈറ്റ് സൈഡിലെ ലിവറിലും ഇൻഡിക്കേറ്ററിൻ്റെ സെറ്റിങ്സൊക്കെ ലെഫ്റ്റ് സൈഡിലെ ലിവറിലുമാണ് വരുന്നത്. പിന്നെ ഇത് ഞാൻ ആദ്യമേ പറഞ്ഞു, AC-ൻ്റെ കൺട്രോളാണ്. AC-ൻ്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് ഡ്രൈവർ സൈഡിലെ AC കൂളിങ്ങും അതുപോലെ തന്നെ പാസഞ്ചർ സൈഡിലെ AC കൂളിങ്ങും സെപ്പറേറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഓരോ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെൻറ്റ് ബട്ടൺ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സെൻറ്ററിൽ കാണുന്നതാണ് ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺ. അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ബ്രേക്ക് പെഡൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് പിടിച്ചിട്ട് മേലെ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുക. സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് എൻജിൻ സ്റ്റാർട്ട് ആവുക. എൻജിൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നമുക്കിവിടെ ഗിയർ സെലക്ടർ പൊങ്ങി വരുന്ന കാണാൻ പറ്റും. ഇതാണ് സംഭവം. ഇത് പൊങ്ങി വരുന്നത് കാണുന്നത് നല്ല രസമാണ്. ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഗിയർ സെലക്ട് ചെയ്യാൻ പറ്റുക കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സ്റ്റിയറിംഗ് ഒക്കെ അത്യാവശ്യം ഫ്രീ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വാണിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ കാണിക്കും എന്തൊക്കെ വാണിംഗ് ആണുള്ളതെന്ന്. നമ്മുടെ സ്റ്റിയറിംഗിൽ തന്നെ ഒരു ഓക്കെ ബട്ടൺ ഉണ്ട് റൈറ്റ് സൈഡിൽ. ആ ബട്ടൺ പ്രസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഓരോ വാണിംഗ് ആയിട്ട് ക്ലിയർ ആയിട്ട് പോയിക്കൊള്ളും. പിന്നെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ വണ്ടിയുടെ സ്പീഡ് കാണിക്കുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ RPM കാണാം.
പിന്നെ നമുക്കിവിടെ ഡിജിറ്റൽ ഡിസ്പ്ലേൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ ഗേജ് ഉണ്ട്. അതുപോലെ റൈറ്റ് സൈഡിൽ ഫ്യൂവൽ ഗേജ് ഉണ്ട്. ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ എത്ര ലിറ്റർ ഉണ്ട്, അതിൻ്റെ താഴെ സ്പീഡ് എത്ര കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഡിജിറ്റലായിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഏറ്റവും ലെഫ്റ്റ് കോർണർ, ഓക്കെ, ലെഫ്റ്റ് ബോട്ടം കോർണറിൽ വണ്ടിയുടെ ഗിയർ ഇപ്പോൾ പാർക്കിംഗ് പി കാണിക്കുന്നുണ്ട്. ഇത് പാർക്കിംഗ് ആണ്, അല്ലെങ്കിൽ അടുത്തത് ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവിടെ കാണിക്കുന്നുണ്ടാവും. ഇനി നമുക്ക് ഗിയർ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് നോക്കാം. ഈ നോബ് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം ഗിയർ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഗിയറിൻ്റെ നെയിം അതാണ് ഷോർട്ടായിട്ട് കൊടുത്തുള്ളത്. പാർക്കിംഗ്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, സ്പോർട്ട് മോഡ്. അപ്പോൾ ഗിയർ സെലക്ട് ആവുന്നതിനനുസരിച്ച് അതായത് മോഡിൻ്റെ മേലെ ലൈറ്റും കാണാൻ പറ്റും, റെഡ് ലൈറ്റ്. പിന്നെ ഇതാണ് ഹാൻഡ് ബ്രേക്ക് വരുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് പൊക്കി കഴിഞ്ഞാൽ ബ്രേക്ക് ലോക്ക് ചെയ്യാം അല്ലെങ്കിൽ റിലീസ് ചെയ്യാം. ഹാൻഡ് ബ്രേക്ക് എങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നത് അതുപോലെ റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രേക്ക് ലോക്കാണോ ഇല്ല റിലീസാണോ എന്നുള്ളത് ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ അറിയാൻ പറ്റും. അവിടെ പി എന്നും പറഞ്ഞ് ഇതുപോലെ ബ്ലിങ്ക് ആവുന്നുണ്ടാവും ഹാൻഡ് ബ്രേക്ക് വീണ് കിടക്കുകയാണെങ്കിൽ. ഇനി നമുക്ക് വണ്ടി ഓടിക്കാം. ജസ്റ്റ് ഡി സെലക്ട് ചെയ്തിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്താൽ തന്നെ വണ്ടി മൂവ് ആകും. ആവശ്യാനുസരണം മാത്രം ആക്സിലേറ്റർ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വണ്ടി ഓടിക്കാൻ. വലിയ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.